ഒരുപാട് കൊല്ലത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി MBBS എന്ന വലിയ സ്വപ്നവുമായി ഒരു കുടുംബം കാത്തിരിക്കുന്നു. പരീക്ഷ പാസ്സായി വലിയ ഡോക്ടർ എന്ന പദവിയിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യാത്രയിൽ ആക്സിഡന്റ് പറ്റി മരിക്കുന്നു. ഇനി ആ സർട്ടിഫിക്കറ്റുകളുടെ സ്ഥാനമെന്ത്? ബാപ്പക്ക് സുഖമില്ല, ചെറിയൊരു ശാരീരിക വേദന എന്നറിഞ്ഞ ആശുപത്രിയിലേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചെന്ന് ECGയിൽ ചെറിയൊരു വേരിയേഷൻ ഒക്കെ ഉണ്ട്, നിങ്ങൾ എന്തായിരുന്നാലും ഗുളികൊക്കെ കഴിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെയൊക്കെ കാണിക്കണം, വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പോന്ന് ഒരു സംശയം തീർക്കാൻ അടുത്തൊരാശുപത്രിയിലേക്ക് ഒന്ന് പോകുമ്പോൾ ആശുപത്രി എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരിക്കുന്നു. കാറിലേക്ക് നടന്ന് നീങ്ങി ഭക്ഷണം കഴിച്ച് ഒരു പ്രയാസം എന്ന് പറയാവുന്ന ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ അടുത്ത ഒരു ആശുപത്രി എത്തുന്ന സമയം വരെ തനിക്ക് ആയുസ്സില്ലെന്നറിയാത്ത ഈ ലോകത്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുക. ആ വാർത്തകൾ നാളെ തൊട്ടടുത്തൊരു ദിവസത്തിൽ നമ്മളെ കുറിച്ചായിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് മനുഷ്യരോട് പറയുന്നുണ്ട്, മനുഷ്യ നീ ഓർക്കണം, കുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വക്കില ബികും ثم إلى ربكم ترجعون. കുൽ നബിയേ പറയണം, യതവഫാകും മലകുൽ മൗത്ത്, മരണത്തിന്റെ സമയമായാൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മാലാഖ നിങ്ങളെ ഏറ്റെടുക്കുന്നതാണ്, സമയബന്ധിതമായി അത് പൂർത്തീകരിക്കും. ثم إلى ربكم ترجعون. ഈ ദുനിയാവിന്റെ എല്ലാ തിരക്കും മാറ്റിവെച്ച് എല്ലാ ബന്ധങ്ങളെയും ഒഴിവാക്കി എല്ലാ സ്നേഹ പ്രകടനങ്ങളെയും അവസാനിപ്പിച്ച് റബ്ബിലേക്കൊരു മടക്കയാത്ര അനിവാര്യമാണ്. പോയേ പറ്റൂ മനുഷ്യൻ. ആ പോകുന്ന യാത്ര മനോഹരമാകണം. സുന്ദരമായ അല്ലാഹുവിന്റെ മാലാഖമാരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് നമുക്ക് പിരിഞ്ഞു പോകാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താലും, എത്രയെത്ര ആളുകൾ നമ്മുടെ ജനാസയിൽ പങ്കെടുത്താലും, ഏത് രാത്രിയിലോ ഏത് പകലിലോ നമ്മൾ മരിച്ചാലും ശരി, നമ്മുടെ ജീവിതം നന്നാവാതെ നമ്മുടെ മരണം നന്നാകാൻ സാധ്യതകളില്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തൊരു മരണമാണ്! സമാധാനമടഞ്ഞ ആത്മാവേ, റബ്ബിന്റെ സന്തോഷത്തിലേക്ക്, റബ്ബിന്റെ തൃപ്തിയിലേക്ക്, അള്ളാന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു വരൂ എന്ന് പറഞ്ഞ് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ജനാസ, അങ്ങനെ ഒരു ജനാസയായി മാറാൻ നമ്മൾ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, സാധാരണയുണ്ടാകുന്ന വേദനയാകൂല, സാധാരണയുണ്ടാകുന്ന അബോധാവസ്ഥയാകൂല, മരണത്തിനൊരു വല്ലാത്ത വേദനയുണ്ട്. അത് പറഞ്ഞു തരാൻ ആരും വന്നിട്ടില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഉറപ്പാണ്, സഹിക്കാനാവാത്ത ചില പൊറുതി മുട്ടുന്ന വേദനകൾ വരാനുണ്ട്. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്, ഉറപ്പാണ്. ഖുർആൻ പറയാണ്, വജാഅത് വരുന്നതാണ് സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ ഒരു അബോധാവസ്ഥ, മരണത്തിന്റെ ഒരു ലഹരി, ഒരു വെപ്രാളം വരാനുണ്ട്. ബിൽ ഹഖ്, സത്യമായി, യാഥാർത്ഥ്യമായി, ഉറപ്പായി വരുന്നതാണ്. ഒരു ഗുളിക കൊണ്ട് മാറ്റാൻ കഴിയൂല, ഒരു ഡോക്ടറെ കൊണ്ടും അവിടെ കുറക്കാൻ കഴിയൂല. ദാലിക മാ കുൻത മിൻഹു തഹീദ്, നീ ഒഴിഞ്ഞു മാറി നടക്കുന്ന ആ മരണമുണ്ടല്ലോ, അത് വരും നിനക്ക്. നീ എത്രയില്ലെന്ന് പറഞ്ഞാലും നടക്കൂല എന്ന് വിചാരിച്ചാലും അത് സംഭവിക്കും. എന്താ ചെയ്യേണ്ടത്? മനുഷ്യരാകുന്ന നമ്മൾ മരണത്തിന് മുമ്പ് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മളൊരു ശ്രദ്ധയുണ്ടാവണം. ജീവിക്കുന്ന നാടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അന്ധവിശ്വാസങ്ങൾ മൂത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നത് മരിച്ചു മണ്ണായ മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബിദ്അത്തായ ഒട്ടനേകം കാര്യങ്ങളൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നു. സുന്നത്തായ ഇസ്ലാമിൽ പഠിപ്പിച്ച ഒരുപാട് നന്മകളുണ്ട്, അതൊക്കെ ബിദ്അത്തായും മോശമായും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മതത്തിനെ വിറ്റുകൊണ്ട് പണമാക്കി മാറ്റുന്ന പുരോഹിതന്മാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മതം വിറ്റാണ് അവർ ജീവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നിങ്ങൾ കേട്ട് കാണും, ഒരു ഓറഞ്ച് പിടിച്ചിട്ട് ഈ ഓറഞ്ച്, ഒരൊറ്റ ഓറഞ്ച്, ഇതാ മന്ത്രി ചോദിയ ഓറഞ്ചാണ്, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ, 101 രൂപ തന്നാൽ മതി. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ചൂഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തെ, സംസ്കാരത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതികൾ നമ്മുടെ ഇടയിലുണ്ട്. ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ ലോകത്തെ പുരോഗമനമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാത്തരങ്ങളിലേക്ക് കൊണ്ട് നയിക്കുന്നവരുണ്ട്. ഒരു കുടുംബത്തിന്റെ സന്തോഷമാകുന്ന വിവാഹങ്ങൾ വരെ കണ്ണീർ കടലുകളിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാ നന്നാക്കാൻ ശ്രമിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ ചെയ്തത് എന്തായിരുന്നു?
ഒരു നാടിനെ അരാജകത്വങ്ങളിൽ മുഴുകിയിരുന്ന ഒരു സമൂഹത്തിന് വിശ്വാസത്തിന്റെ തിരി തെളിയിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീന് പഠിപ്പിക്കുകയാണ്, അത് പാലിക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ നല്ല ഒരു ജനവിഭാഗമാക്കി ആ നാടിനെ മാറ്റുകയാണ്. പല പ്രതിസന്ധികളും മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വരും. നല്ല ബുദ്ധിമുട്ടുകൾ വരും. കച്ചവടത്തിൽ ടൈറ്റ് ഇളകാൻ തുടങ്ങും. കാശ് പഴയതുപോലെ വരാത്ത അവസ്ഥകൾ വരും. വീട്ടിലെ പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങൾ സംഭവിക്കും. പ്രതിസന്ധികൾ പല രൂപത്തിൽ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് നന്മയുടെ വഴിവെട്ടി തെളിക്കുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന സുമുഖനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി കുടുങ്ങിപ്പോകുന്ന ഒരു പ്രതിസന്ധി, ഒരു തെറ്റിലേക്ക് മാടി വിളിക്കുന്ന ഒരു സാഹചര്യം, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി കിടക്കുമ്പോൾ ആ തെറ്റ് ചെയ്യരുതേ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷക്കാലത്തോളം ജയിലിൽ കിടന്നത് ഒരു നേരത്തെ തെറ്റു ചെയ്യാത്തതിന്റെ പേരിലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം പറയാണ്, റബ്ബി, എന്റെ റബ്ബേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, ആ ക്ഷണിക്കുന്ന ക്ഷണത്തേക്കാൾ അല്ലാഹുവേ ജയിലാണ് എനിക്കിഷ്ടം, ഞാൻ ആ തെറ്റ് സമ്മതിക്കൂല. എന്നിട്ട് യൂസുഫ് നബിനെ പറ്റി ഖുർആൻ പറഞ്ഞു, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നിഷ്കളങ്കനായ അടിമയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. പ്രതിസന്ധികൾ മുമ്പിലൂടെ കടന്നു വരിക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചിരുന്നില്ല. ഒരു കാലഘട്ടം മുഴുവൻ എത്രയോ ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വലിയ പ്രയാസത്തിലായി, ആരുമില്ലാത്ത അവസ്ഥ കടന്നു വന്നു. 10 കൊല്ലക്കാലം ഭാര്യ വീട്ടിൽ ജോലി ചെയ്തത് ഹലാലായ ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കാൻ വേണ്ടി. ചരിത്രം രേഖപ്പെടുത്തുന്നു, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മോളെ കല്യാണം കഴിക്കുന്ന രംഗം. 10 വർഷക്കാലം ജോലി ചെയ്താണ്, കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ തലത്തിലേക്ക്, ബോധത്തിലേക്ക്, ചിന്തകളിലേക്ക് വരണം. ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് നന്മകളിലായി മാറണം. ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പലതും സമൂഹത്തിലുണ്ടാകും. ഞാൻ അവയിൽ കണ്ണിയല്ല എന്ന് ഉറപ്പുവരുത്തലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, സഹാബിമാരുടെ പേര് പോലും കേൾക്കാത്ത പുതിയ തലമുറകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഒരു ആവശ്യം എന്ന് പറയാണ്. കേൾക്കണം, ആവശ്യം എന്താണെന്നറിയോ? നബിയെ, എനിക്ക് എല്ലാ രാത്രിയും ഖുർആൻ മുഴുവനായി ഖത്മ ചെയ്യാൻ അനുവാദം തരണം. ഉറങ്ങാതെ ഇരുന്ന് ഖുർആൻ ഓതി ഖത്മ ചെയ്യാൻ ഒരു ചാൻസ്, അനുവാദം ഇസ്ലാമിൽ എനിക്ക് തരണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ആ സ്വഹാബിയോട് പറയാണ്, ഇന്നി അഫ്റഖു അൻ യതൂല അലൈക അസ്സമാനു അൻ വഅൻത മല്ല ഇഖ്റഅ ബിഹി ഫീ ശഹ്രിൻ. നീ ഇതിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഓതി ഒരു ദിവസത്തിൽ തന്നെ ഖത്മ ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ചു കഴിയുമ്പോൾ നിനക്ക് ഇതിനോടൊരു മുഷിപ്പ് തോന്നാൻ തുടങ്ങും, ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ 1 മാസം കൊണ്ട് ഖത്മ ചെയ്താൽ മതി. ഒരു രാത്രി കൊണ്ട് വേണ്ട, 1 മാസം കൊണ്ട് തീർത്താൽ മതി. വീണ്ടും സഹാബിന്റെ വിഷമം, യാ റസൂലല്ലാഹ് ദഅനി അസ്തംതിഉ മിൻ ഖുവതി വ മിൻ ശബാബി, എനിക്ക് നല്ല യൗവനമുണ്ട്, യുവത്വമുണ്ട് നബിയെ, എനിക്ക് നല്ല ശക്തിയുണ്ട് നബിയെ, നല്ല ത്രാണിയുണ്ട് നബിയെ, ഒരാഴ്ച കൊണ്ടെങ്കിലും ഖത്മ ചെയ്യാൻ ഒരു ചാൻസ് തരുമോ, ഒന്ന് അനുവദിക്കുമോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല, അതൊക്കെ നിന്നെ പ്രയാസപ്പെടുത്തും, അതൊക്കെ നിനക്ക് ഭാരമാകും, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നത് ആരോടാണ്? അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ ഓതിയിട്ട് എത്ര കൊല്ലായി? കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരാൻ തുടങ്ങി. എത്ര ഖത്മത്തിന്റെ ഇടയിൽ കഴിയാൻ പറ്റിയിട്ടുണ്ട്? ഖത്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഖത്മ ചെയ്യണമെന്ന നിയ്യത്തോടെ എത്ര പേജ് ഓതിയിട്ടുണ്ട്? അങ്ങനത്തെ നമ്മളാണ് ഈ കഥ കേൾക്കുന്നത്, അങ്ങനത്തെ നമ്മളാണ് ഈ ചരിത്രം കേൾക്കുന്നത്. നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? നമുക്കൊരു നാണം തോന്നുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇത്തരത്തിൽ ഒട്ടനേകം സംഭവ ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് നമ്മളെല്ലാവരും ചില കാര്യങ്ങളൊന്ന് ഗൗരവമായി കണ്ടാൽ മതി. ഒന്ന്, നമ്മളെല്ലാവരും ദീന് പഠിക്കുന്നവരാകണം. അങ്ങനെ റബ്ബിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി ശ്രമിക്കണം. മരിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ദീന് നന്നായി പഠിച്ച് റബ്ബിന്റെ ഇഷ്ടം അതിലൂടെ നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പക്ഷെ നമ്മുടെ തടസ്സം എന്താ? ഭൗതികമായ നമ്മുടെ പഠനമാണ്. കുറെ ഡിഗ്രി പഠിക്കാനുണ്ട്, MBBS പഠിക്കാനുണ്ട്, വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട്. ഇതുകൊണ്ട് ഇതിൽ നേരല്ല. നിനക്കെന്താ പ്രശ്നം? എനിക്ക് ജോലി തിരക്കാണ്. എന്റെ ജോലിനെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, ഭയങ്കര തിരക്കാണ്. നിന്റെ പ്രശ്നം എന്താ? കച്ചവടമാണ്. എനിക്ക് ദീൻ പഠിക്കാൻ നേരല്ല. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും പഠിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആ മരണത്തിലേക്കൊന്ന് ചേർത്ത് വെക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലാ യുഅ്തിദ്ദീന ഇല്ലാ മൻ യുഹിബ്ബു, ദീന് അത് ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ അല്ലാഹു കൊടുക്കൂല.
ഫമൻ അഅതാഹു അല്ലാഹു ദീന, അല്ലാഹു ആർക്കെങ്കിലും ദീന് കൊടുത്താൽ ഫഖദ് അഹബ്ബ, അല്ലാഹു അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഇഷ്ടം കിട്ടും, അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടും. എന്താ മാർഗം? അള്ളാഹുവിന്റെ മതം ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങുക. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തുടക്ക രംഗത്ത് വയസ്സായ പ്രായമായവർ ഇസ്ലാമിലുണ്ടായിരുന്നു. അവരെക്കാൾ മിടുമിടുക്കരായിരുന്നു അന്നത്തെ ചെറുപ്പക്കാർ. ചരിത്രം രേഖപ്പെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞങ്ങളോട്, എന്റെ ഉമ്മത്തിലെ ഏറ്റവും കാരുണ്യമുള്ള നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ചെറുപ്പക്കാരനായിരുന്നു. എന്റെ കൂട്ടത്തിലെ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദീനിന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയി നിൽക്കുന്നയാള് ഉമർ ഖത്താബ് തങ്ങളായിരുന്നു. ചെറുപ്പക്കാരനായിരുന്നു. ഞങ്ങളുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ലജ്ജയുള്ള മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഖുർആൻ ഓതുന്ന സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് ആയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹലാലും ഹറാമും നന്നായി പഠിച്ച പാണ്ഡിത്യമുള്ളത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആരാ മുആദ് റളിയല്ലാഹു? നബി തങ്ങൾ മരിക്കുന്ന സമയത്ത് 27 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. 27 വയസ്സിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഹലാലും ഹറാമും പഠിച്ച ആളായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ അനന്തരാവകാശ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്നത് സെയ്ദ് ബിൻ സാബിത്ത് എന്ന സ്വഹാബിയായിരുന്നു. നബി തങ്ങൾ മരിക്കുമ്പോൾ 23 വയസ്സായിരുന്നു പ്രായം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ വയസ്സ് നമ്മുടെ നന്മകളെ കൂട്ടിവെച്ച് വായിക്കുക. ഹബ്റുൽ ഉമ്മ തർജുമാനുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് 27ാമത്തെ വയസ്സിൽ സ്വീകരിച്ച് കടന്നു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. അപ്പോൾ ഒന്നാമതും ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് ദീന് പഠിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് നമ്മുടെ ഏത് പ്രായക്കാരനും മുന്നോട്ട് വരണം. 2, അപകടങ്ങളെ നന്നായി തിരിച്ചറിയണം. സമൂഹത്തിന്റെ ജീവിത കാലഘട്ടത്തിന് ഇടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെ അവരിൽ നിന്ന് ഇല്ലാതെയാക്കാനാണ്. കാരണം വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഖൗമിനെ തോൽപ്പിക്കാൻ പ്രയാസമില്ല, ആയുധം കൊണ്ട് തകർക്കാൻ അവർക്ക് കഴിയുന്നില്ല ശത്രുക്കൾക്ക്. അതുകൊണ്ട് അവർ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ, ഈമാനിനെ തകർത്തു കളയാനാണ് അവർ ശ്രമിക്കുന്നത്. സ്വതന്ത്രവാദങ്ങളും യുക്തിവാദവും ലിബറലിസവും അതുപോലെ സ്വതന്ത്ര ലൈംഗികതാ ചിന്താഗതികളും ലഹരി ചിന്താഗതികളും ഒക്കെ ഇട്ടുകൊടുത്ത് അതിലൂടെ ആ യുവാക്കളെ, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ തന്ത്രമനെയാണ് ഈ അപകടത്തെ. പ്രിയപ്പെട്ടവരെ, മരിക്കണതിന് മുമ്പ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണുപോകും. 3, സോഷ്യൽ മീഡിയയാണ് ഇന്നത്തെ ഏറ്റവും അപകടം വിതച്ചുകൊണ്ടിരിക്കുന്ന കെണി. അവിടെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അത് കേൾക്കുന്നതോടുകൂടെ മതം പഠിക്കാത്ത മനുഷ്യൻ അങ്ങനെയാണോ, ഞാനിനി ഇസ്ലാമിലില്ല. ശരിക്ക് തിരിച്ചറിഞ്ഞ് പഠിക്കാൻ കഴിയണം. ഇസ്ലാമിനെതിരെ 10,000-കണക്കിന് മീഡിയകളാണ് ഇന്ന്. അതിന്റെ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന് ചിരിക്കാനല്ല നമ്മുടെ ഉത്തരവാദിത്വം. ചിലപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് ആവേണ്ടിടത്തുനിന്ന് ഒഴിഞ്ഞു പോകണം. മറുപടി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നീ മാറി നിൽക്കണം, പഠിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അങ്ങനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന ആളുകളുമായി നീ സംസാരിക്കേണ്ടി വന്നാൽ അവർ മറ്റു വല്ല വിഷയങ്ങളും സംസാരിക്കുന്നത് വരെ നീ അവരിൽ നിന്ന് മാറിപ്പോകണം. നീ അവരുടെ കൂടെ ഇരിക്കരുത്. ഇന്നക ഇദം മിസ്ലുഹും, നീ അവരുടെ കൂടെ ഇരുന്നാൽ നീയും അവരിൽ പെട്ടവനായി മാറും. വിമർശകന്മാർ ഉന്നയിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് അതാണ് ശരിയെന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ഒരു തരം ഇഷ്ടം തോന്നിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയാണ്ട് നമ്മൾ പെരുമാറേണ്ടതുണ്ട്. 4-മത്തേത്, വിമർശനങ്ങൾ എന്തൊക്കെ കടന്നു വന്നാലും അതിനുള്ള മറുപടി അള്ളാഹുവിന്റെ മതത്തിലുണ്ട് എന്നും അതിന് പറ്റുന്ന മറുപടികൾ ശ്രദ്ധിക്കുകയും കണ്ടെത്തുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒരിക്കലും ഖുർആനിലൂടെ നിങ്ങൾക്ക് ബാത്തിൽ വരൂല. എന്ത് വിമർശനങ്ങൾക്കും പ്രമാണങ്ങളിലും മറുപടിയുണ്ട്. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. ഖുർആനിന്റെ മുൻപിലൂടെ പിൻപിലൂടെ ഏതൊരു ഭാഗത്തുകൂടെയും ബാത്തിലായത് വരൂല. അതിലുള്ളത് മുഴുവൻ ഹക്കാണ്. ആ ഹക്കിലൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇത് ഹക്കീമായ ഹമീദായ റബ്ബിൽ നിന്ന് അവതരിച്ച ഗ്രന്ഥമാണ്. അവിടെ അതിന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരിക്കും. 5-മത്തേത്, നമ്മുടെ സമയവും നമ്മുടെ ചിന്തയും നമ്മുടെ അധ്വാനങ്ങളും മതത്തിനു വേണ്ടി, ദീനിനു വേണ്ടി കൊടുക്കാൻ കഴിയണം. നമ്മളെ സമയവും നമ്മുടെ ചിന്തകളൊക്കെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്?
ഇസങ്ങളുടെ പിന്നിലാണോ? നേതാക്കന്മാരുടെ പിന്നിലാണോ? ഹോബികളുടെ ഗെയിമുകളുടെ പിന്നിലാണോ? വേറെ ഏതിൻ്റെയൊക്കെ പിന്നിലാണ് നമ്മുടെ സമയവും നമ്മുടെ ചിന്തകളൊക്കെ പോയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന് സംരക്ഷണം നൽകാൻ വേണ്ടി, പ്രവാചകന് സംരക്ഷണം നൽകാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉമർ ഖത്താബ് തങ്ങളുടെ കാര്യങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ഒരു ചെറിയ വിരിപ്പിൽ കയറി കിടക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം വായിക്കണം നിങ്ങൾ. 8 or 9 വയസ്സ് തോന്നിക്കുന്ന ഒരു പ്രായത്തിൽ ചങ്കൂറ്റം കാണിക്കുക. മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് കയറി വന്നു. ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 16 വയസ്സാണ്. നമ്മുടെ 10ാം ക്ലാസ്സുകാരന്റെ പ്രായം. ബദറിൽ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ 16 വയസ്സുകാരൻ ഉമൈർ റളിയല്ലാഹു അൻഹു നമ്മുടെ മക്കളുടെ മുമ്പിലെ ഗുണപാഠങ്ങളാണ്, ചോദ്യചിഹ്നങ്ങളാണ്. ഞാൻ എവിടെയാണ്? മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തന്റെ കായികക്ഷമത, തന്റെ ശക്തി അമ്പെയ്ത്തിലെടുത്തു. 17 വയസ്സ് പ്രായമുള്ളപ്പോ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പെയ്ത സ്വഹാബിയുടെ പ്രായം 17 വയസ്സായിരുന്നു. നമ്മുടെ സമയം, നമ്മുടെ പ്രായം, നമ്മുടെ ചിന്തകൾ നമ്മൾ എവിടെ കൊടുത്തു? ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി എന്ന വലിയൊരു ഗ്രന്ഥം നമുക്ക് തരുമ്പോൾ അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ പ്രായത്തിന്റെ തുളുതുടുപ്പാണ് നമുക്ക് തന്നത്. നമ്മളൊക്കെ ഇന്നും മലയാളത്തിൽ വായിക്കാറുള്ള അമാനി മൗലവിയുടെ പരിഭാഷ 15 കൊല്ലം കഷ്ടപ്പെട്ടതിന്റെ അധ്വാനത്തിന്റെ വിയർപ്പാണ്. നമ്മൾ ദീനിന് വേണ്ടി എന്ത് കൊടുത്തു? ആഴ്ചയിൽ ഒരു ദീന് പഠിക്കുന്ന സദസ്സിൽ നമ്മൾ ഉണ്ടാവാറുണ്ടോ? നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു സമയം മാറ്റിവെക്കാറുണ്ടോ? നമ്മുടെ ഭാര്യ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന, ഇഷ്ടപ്പെടുന്നവരാണോ? നമ്മൾ ആലോചിക്കുക. അതിനേക്കാൾ ഉപരി 6ാമത്തെ കാര്യം, ഞാനും നിങ്ങളുമൊക്കെ ജീവിതം കൊണ്ടൊന്ന് മാതൃകയാകണം. ഇസ്ലാമിന്റെ നന്മകളിലേക്ക് മുന്നിട്ട് വരാൻ നമ്മൾ ജീവിതം കൊണ്ട്, സ്വഹാബത്തിന്റെ ജീവിതം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. നമ്മുടെ ജീവിതം കണ്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഏറ്റവും നല്ല മാതൃകയുള്ള, സൂക്ഷ്മതയുള്ള ജീവിതം കാണിക്കാൻ തയ്യാറാവുക. കൃത്യനിഷ്ഠതയുള്ള വ്യക്തികളായി മാറാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ ശുദ്ധിയുള്ള മുസ്ലിം ആവുക. വലിയ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ്. ജനങ്ങളോടുള്ള നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള നമ്മുടെ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളോടുള്ള നല്ല പെരുമാറ്റ മര്യാദകൾ കാണുമ്പോൾ ഇതാണ് ഇസ്ലാമെങ്കിൽ എനിക്ക് ഇസ്ലാമിനെ ഇഷ്ടമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവ പെരുമാറ്റ മാതൃകയാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാ ജീവിച്ചത്? ഭാര്യയോട്, ആയിഷ ബീവിയോട് ചോദിച്ചു. മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ. മൊത്തത്തിൽ ഖുർആനായിരുന്നു നബി തങ്ങളുടെ മാതൃക. നബിന്റെ ജീവിത സ്വഭാവങ്ങൾ മുഴുവൻ ഖുർആനായിരുന്നു. ജീവിച്ചിരിക്കുന്ന പകർപ്പായി മാറായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. മരണത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ആ വരാനിരിക്കുന്ന നീണ്ടുകിടക്കുന്ന വല്ലാത്തൊരു ലോകത്തേക്ക് വേണ്ടി കൃത്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടാവുക.